പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വർഷാവർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ടാണ് ബാങ്ക് പരീക്ഷകൾ വരുന്നത്. PSC സ്റ്റാഫ് സെലക്ഷൻ പരീക്ഷ ഇവയേക്കാളൊക്കെ ബാങ്ക് പരീക്ഷകൾ കൂടുതൽ സ്വീകാര്യമാകുന്നത് അതിൻ്റെ സുതാര്യത കൊണ്ടാണ്. എന്നാണ് പരീക്ഷ നടക്കുന്നത്, എത്ര വേക്കൻസി വരും, എന്ന് പ്രിലിമിനറി പരീക്ഷ നടക്കും, എന്ന് മെയിൻസ് പരീക്ഷ നടക്കും, എന്ന് ഫൈനൽ റിസൾട്ട് വരും, എന്ന് നമ്മളുടെ കയ്യിൽ ജോബ് കാർഡ് കിട്ടും എന്നതിലൊക്കെ തീർത്തും കൃത്യതയുണ്ട്. അവർക്കൊരു വ്യക്തമായ പരീക്ഷാ കലണ്ടറുണ്ട് എന്നതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ സുതാര്യത. ഇത് വലിയ ബുദ്ധിരാക്ഷസന്മാരുടെ പരീക്ഷയല്ല, പ്രവർത്തന നൈരന്തര്യം കാഴ്ചവെക്കാൻ താല്പര്യമുള്ളവരുടെ, കഴിവുള്ളവരുടെ പരീക്ഷയാണ്. IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന ഒരു ബോംബെ കേന്ദ്രീകൃതമായ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ തന്നെയാണ്. അവരാണ് വർഷാവർഷങ്ങളിൽ പരീക്ഷകൾ നടത്തുന്നത്. 12 പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇവർ പ്രത്യേകം പരീക്ഷ നടത്തും. അതുപോലെ മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള 11 പൊതുമേഖലാ ബാങ്കുകൾക്ക് അവർ പ്രത്യേകിച്ചാണ് പരീക്ഷ നടത്തുന്നത്. IBPS തന്നെയാണ് ഗ്രാമീൺ ബാങ്കുകൾക്ക്, റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക്, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് 6 ബാങ്ക് പരീക്ഷകൾ തന്നെ കിട്ടും. SBI ക്ലാർക്ക്, SBI ഓഫീസർ, മറ്റു പൊതുമേഖലാ ബാങ്കിൻ്റെ ക്ലാർക്ക് ഓഫീസർ, റീജിയണൽ റൂറൽ ബാങ്ക് ക്ലാർക്ക് ഓഫീസർ, ഇങ്ങനെ 6 പരീക്ഷ കിട്ടും. പിന്നെ സ്പെഷ്യലിസ്റ്റ് കാഡർ പരീക്ഷകളുണ്ട്. ലോ ഓഫീസർ, IT ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ. അതാത് മേഖലകളിൽ ഐച്ഛികമായി പഠിച്ചവർക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. മറ്റെല്ലാ ബാങ്ക് ഓഫീസർ, പ്രൊബേഷൻ ഓഫീസർ പരീക്ഷകളും ക്ലറിക്കൽ പരീക്ഷകളും വെറും ഗ്രാജുവേഷനുള്ളവർക്ക് പരീക്ഷ എഴുതാം. മാർക്കിൻ്റെ നിഷ്കർഷയില്ല, ഇത്ര ശതമാനം മാർക്ക് വേണം എന്നൊന്നുമില്ല. ഇപ്പോൾ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരും ഉടനടി പഠിച്ചു തുടങ്ങണം. കാരണം ഈ പരീക്ഷകളെല്ലാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ്. പ്രിലിമിനറികൾ തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനഫ് ടൈം ഫോർ ദ പ്രിലിംസ് പരീക്ഷയ്ക്ക് ജസ്റ്റ് ഇനഫ് ടൈമാണ് നമുക്കുള്ളത്. ഇമ്മീഡിയറ്റ്ലി എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ വരുന്നവരൊക്കെ കൃത്യം ഒരു 6 മാസം എന്ന് നിഷ്കർഷിക്കാതെ ഈ സീസണിലെ മുഴുവൻ പരീക്ഷകളും ഞാൻ എഴുതും എന്ന് വിചാരിച്ചു വരിക. അങ്ങനെ പഠിക്കുന്നവർക്കാണ് പൊതുവിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഈ വർഷത്തെ പരീക്ഷകൾ, ഞാനൊരു 30-31 കൊല്ലമായിട്ട്, 31 കൊല്ലമായിട്ട് ഞാൻ അധ്യാപകനാണ്. എൻ്റെ 35 കൊല്ലമായിട്ട് ഞാൻ ഈ പരീക്ഷകളെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഇതിലെല്ലാം വ്യക്തമാകുന്നൊരു കാര്യം, ഈ വേക്കൻസികൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വർഷാവർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. 2026 ഒരു വലിയ റിക്രൂട്ട്മെൻറ്റ് വരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വലിയ ഹ്യൂജ് റിക്രൂട്ട്മെൻറ്റ് ഇതിന് മുമ്പേ നടന്നത് 90കളുടെ 80കളുടെ അവസാനത്തിലാണ്. അപ്പോൾ അന്ന് ബാങ്കിൽ കയറിയവരെല്ലാം ഏതാണ്ട് 30-35 കൊല്ലത്തെ സേവനം നേടിയിട്ട് അവരൊക്കെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വലിയ നമ്പർ ഓഫ് ആൾക്കാർ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നു. 1. 2, ഓരോ സ്കെയിലിൽ നിന്ന് അടുത്ത സ്കെയിലിലേക്ക് പ്രൊമോഷൻ വരുമ്പോഴും വേക്കൻസികൾ സൃഷ്ടിക്കപ്പെടും. 3, ബാങ്കുകളെല്ലാം തന്നെ വീണ്ടും ഒരു ബ്രാഞ്ച് എക്സ്പാൻഷൻ മോഡിലേക്ക് പോവുകയാണ്. നമ്മളുടെ ഇക്കോണമി, നമ്മളുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഫോർമലാകുന്ന മുറയ്ക്ക് നമുക്ക് ധാരാളം ആൾക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ നൽകേണ്ടതായി വരും. അപ്പോൾ ബാങ്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലേ അക്സസിബിലിറ്റി വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ബ്രാഞ്ച് എക്സ്പാൻഷനാണ് ഏതാണ്ട് എല്ലാ ബാങ്കുകളുടെയും പ്ലാനിലുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രാഞ്ച് എക്സ്പാൻഷൻ വരുമ്പോൾ ആൾക്കാരുടെ എണ്ണം ആവശ്യമായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം, ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. എത്രയോ ലക്ഷം കോടിയാണ് നമ്മളുടെ ഇക്കോണമി. അപ്പോൾ ഇത്രയും ബിസിനസ് ഗ്രോത്ത് വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ മാൻ പവർ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ പല കാരണം കൊണ്ട് നമുക്ക് വേക്കൻസികളുണ്ടാകും. ഓൾറെഡി എല്ലാ ബാങ്കുകളിലും ഹ്യൂജ് മാൻ പവർ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ യൂണിയനുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഈ വർഷം ഒരു നല്ല റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത മാർക്കറ്റ് കാണുന്നു. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഉണ്ടാകും, മറ്റ് പൊതുമേഖലാ ബാങ്കുകളുണ്ടാകും. മറ്റ് പൊതുമേഖലാ ബാങ്കുകളിൽ ഏതാണ്ട് 21,000-ഓളം വേക്കൻസികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ
ഓഫീസർ തസ്തികകളിലേക്ക് 7,500-ഉം ക്ലറിക്കൽ തസ്തികകളിലേക്ക് 13,500 വേക്കൻസികൾ എന്നൊക്കെയാണ് മാർക്കറ്റ് പറയുന്നത്. ഞാനിത് ആധികാരികതയോടെ പറയുന്നില്ല, അതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടി ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വർഷം പരീക്ഷകൾക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉടനടി പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ വേക്കൻസികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരീക്ഷ, അതും ഓഫീസേഴ്സ് വേക്കൻസി ആണ്ട് 3,000 വേക്കൻസിയോളം പ്രതീക്ഷിക്കുന്നു. ക്ലറിക്കൽ വേക്കൻസി 15,000-ഓളം വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത്. IBPSൻ്റെ പ്രിലിംസിൻ്റെ പരീക്ഷ, POയുടെ പ്രിലിംസ് പരീക്ഷ ഓഗസ്റ്റ് 2026-ലും ക്ലറിക്കലിൻ്റെത് ഒക്ടോബർ 2026-ലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനഫ് ടൈം, ആവശ്യത്തിന് സമയമുണ്ട് പ്രിലിംസിന്. ഓഫ് കോഴ്സ് നല്ലൊരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയറിക്കൂടാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PO ഓഗസ്റ്റ് മാസത്തിലും ക്ലറിക്കൽ സെപ്റ്റംബർ ഒക്ടോബറിലുമാണ് പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ക്ലറിക്കൽ പരീക്ഷയ്ക്ക് മെയിൻസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയായി, ഇൻ്റർവ്യൂ ഇല്ല. ഓഫീസർ പരീക്ഷകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ എന്നൊരു കടമ്പയും കൂടെ. അപ്പോൾ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ വിജയത്തിനുള്ള ചാൻസ് ഉണ്ട്. ഇത് ദ ഏർലി ബേർഡ്സ് ക്യാച്ച് ദ വേം. നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടരുക. അതുതന്നെ അൺവേവറിംഗ് ആയിട്ട് പഠിക്കുക, നിരന്തരമായി എഫേർട്ട് ഇടുക. 2 ദിവസം പഠിച്ചു പിന്നെ ഒരു ദിവസം പഠിച്ചില്ല, അങ്ങനെയല്ല, ഒരു കോൺസ്റ്റൻ്റ് എഫേർട്ട് ഇടുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വിജയം വരും. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഉള്ളൊരു പരീക്ഷയാണിത്. അങ്ങനെ പഠിക്കുന്നവർ വിജയം നേടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നല്ല പ്രവർത്തനക്ഷമതയുടെ നാളുകൾ ഉണ്ടാവട്ടെ. വിജയം ഉറപ്പുവരുത്തുക. 2026 പരീക്ഷകൾ നമുക്ക് കിട്ടണം. 2027 ആദ്യം തന്നെ നമ്മളുടെ പോക്കറ്റിൽ ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ജോബ് കാർഡ് ഉണ്ടാകട്ടെ. നല്ലത് വരട്ടെ.